ചാവക്കാടൻ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെരുമ്പാവൂർ ഒരു പ്ലൈവുഡ് കമ്പനിയിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് സെന്റ് മേരീസിലേക്ക് വെനീർ വേസ്റ്റ് കൊണ്ടുപോവുകയാണ്. പ്ലൈവുഡ് നിർമ്മാണം എങ്ങനെയെന്ന് നോക്കാം. അതിനു മുൻപ് ചാവക്കാടൻ ബ്ലോഗ്സ് എന്ന നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക, അതുപോലെ ലൈക്ക് ചെയ്യുക. റബ്ബർ തടിയാണ് പ്ലൈവുഡ് നിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന തടി. മറ്റു പല തടികളും ഉപയോഗിക്കും. മെഷീനിൽ ഇട്ട് കറക്കി ഷീറ്റ് രൂപേണ പുറത്തേക്ക് വരുത്തി അതിന്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് അടുക്കി ഒട്ടിച്ച് ചൂട് കൊടുത്ത് പല പല പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മുടെ മുന്നിലേക്ക് പ്ലൈവുഡ് എത്തുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, പല പല പീസുകൾ പലയിടത്തായി അടുക്കി വെച്ചിരിക്കുന്നത്. ഇതിലെ ഈ വേസ്റ്റായിട്ട് വരുന്ന വെനീറാണ് ഇന്ന് നമുക്ക് കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസിലേക്ക് കൊണ്ടുപോകേണ്ടത്. വരുമോ? ടൈറ്റിലോടാ. വണ്ടി ഒന്ന് തൂക്കിയിട്ട് വരാവേ. ടണ്ണേജ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെയും കയറ്റിയിട്ട് വേണം പടുതയിട്ട് കയറ് കെട്ടാൻ. നമ്മുടെ ലോഡിങ് കഴിഞ്ഞു. പായൊക്കെ ഇട്ട് കെട്ടി നല്ല മിടുക്കനായിട്ട് കിടക്കുകയാണ് അമ്പാൻ. അമ്പാൻ ഏത് നിമിഷവും ഇവിടുന്ന് പുറപ്പെടും. ബില്ല് കിട്ടിയാലുടൻ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്നതായിരിക്കും. സിക്കുകാരുടെ തലയെക്കെട്ടൊക്കെ കെട്ടിയതുപോലെ ഇരിപ്പുണ്ട്. ഇതും വലിച്ചുകൊണ്ട് വേണം കാഞ്ഞിരപ്പള്ളി വരെ എത്താൻ. അമ്പാനെ പോയേക്കാം.
ഈ കോളേജിന്റെ പേരെന്തുവാ? അമൽ ജ്യോതി. സെന്റ് മേരീസ് വലത്തോടല്ലേ? ആ, വലത്തോട്ട്. നമ്മൾ നമ്മുടെ കൊമ്പനുമായി കാഞ്ഞിരപ്പള്ളി എത്തി. ഈ മുന്നിൽ കാണുന്ന കോളേജാണ് അമൽ ജ്യോതി കോളേജ്. പ്രശസ്തമായ അമൽ ജ്യോതി കോളേജിന്റെ ഹോസ്റ്റലിനും ക്യാമ്പസിനുമൊക്കെ ഇടയ്ക്കൂടെയാണ് നമ്മുടെ യാത്ര. ഞാൻ വണ്ടി ഒന്ന് നിർത്തിയിട്ട് അമൽ ജ്യോതിയുടെ ഒരു വ്യൂ കാണിച്ചു തരാം. അമൽ ജ്യോതി ഞാൻ ഇതിനു മുമ്പ് ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഭോഗ പരിപാടി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇതാണ് അമൽ ജ്യോതി കോളേജ്. വളരെ ബ്യൂട്ടി ആണല്ലേ. അമൽ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജാണ് ഈ കാണുന്നത്. മെയിൻ റോഡിൽ നിന്ന് അമൽ ജ്യോതി കോളേജിന്റെ ക്യാമ്പസ് എത്തുന്നതിന് മുമ്പ് റൈറ്റിലേക്കുള്ള റോഡ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് സെന്റ് മേരീസിലേക്ക് പോകേണ്ടത്. ഏതായാലും കാഴ്ചകൾ കണ്ട് നമുക്ക് പോകാം. ചെങ്കളി വണ്ടി എടുക്കുകയാണേ. ലോഡ് രണ്ട് സൈഡ് ഇച്ചിരി തള്ളി നിന്നത് കാരണം വളരെ സൂക്ഷ്മതയോടുകൂടി വേണമായിരുന്നു വരാൻ. അത്ര ഫുള്ള് ഡ്രൈവ് ചെയ്തില്ല. ഞാൻ പാലായ്ക്ക് ഒരു 5 കിലോമീറ്റർ മുമ്പ് മീനച്ചിലല്ല, പാലാ പൊൻകുന്നം റോഡില് പൊൻകുന്നം എത്തുന്നതിന് ഒരു 5 കിലോമീറ്റർ മുമ്പ് ഇറങ്ങിയിട്ട് വെളുപ്പിനെ ഒരു 4:30 ആയപ്പോ എഴുന്നേറ്റു. ഒരു 5-5:30 ആയപ്പോഴത്തേന് ഇറങ്ങി. പൊൻകുന്നം കഴിഞ്ഞു, കാഞ്ഞിരപ്പള്ളി എത്തി. ഇപ്പോൾ സെന്റ് മേരീസ് ലക്ഷ്യമാക്കി പോവുകയാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ചെറിയൊരു ടെൻഷൻ, വല്ല തലപ്പാവ് എവിടെങ്കിലും ചെന്ന് തട്ടുപോന്നു. കുഴപ്പമില്ലായിരുന്നു. ഇതിലും വലിയ തള്ളലും ഒക്കെ ആയിട്ട് ലോഡ് വണ്ടിയൊക്കെ റോഡിൽ കൂടെ പോകുന്നതാണ്. എന്നാലും ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും വരാത്ത പൊക്കോളും വണ്ടി. പിന്നെ തിരുമ്പാവൂര് കാഞ്ഞിരപ്പള്ളി എന്നൊക്കെ പറയുമ്പോഴത്തേനും എൻസി റോഡല്ലേ, അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളും റോഡിന്റെ വീതി കുറവും പിന്നെ സൂക്ഷിച്ചില്ലെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സൈഡ് തട്ടാനൊക്കെ സാധ്യതയാണ്. ഏതായാലും കുഴപ്പമില്ലാതെ എത്തി. ഇവിടെ ഒരു ബോർഡ് കാണാം, റോഡ് അപകടാവസ്ഥയിൽ ഭാരവാഹനങ്ങൾ നിരോധിച്ചിരിക്കുന്നു. ഉണ്ടല്ലോ. അത് ഇതിനു മുമ്പ് ഈ സെന്റ് മേരീസിലേക്ക് വന്ന വണ്ടി ഒന്ന് മറിഞ്ഞ്, ആ സ്പോട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം മറിഞ്ഞ് ഇവിടെ ചെറിയൊരു തോടുണ്ട്, ആ തോടിലേക്ക് പോയി. അപ്പൊ അതിൽ പിന്നാണ് ഭാര വണ്ടികൾ നിരോധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോർഡ് വരാൻ. ഇത് ബസ് റൂട്ടാണ്. ഇത് എവിടേക്ക് പോകുന്ന ബസ് റൂട്ടാണെന്ന് എനിക്കറിയില്ല. ഒരു ദിവസം ഞാൻ ഇതേ വഴിയിൽ വന്നിട്ട് ഇവിടെ സൈഡ് ചേർക്കേണ്ടി വന്നു ഒരു ബസ്സിന് കടന്നു പോകാൻ വേണ്ടി. അന്ന് നന്നായിട്ട് ക്ഷീണിച്ചു. നമ്മളല്ല ക്ഷീണിച്ചത്, പ്രൈവറ്റ് ബസ്സുകാരെ ക്ഷീണിച്ചു. ഇവിടെ ഒതുക്കിയ ഇവിടെ ആയിരുന്നു തോന്നുന്നു. ഒരു വീടിന്റെ പേരെ ഒടിച്ചു കളയരുതെന്നും പറഞ്ഞുകൊണ്ട് വീട്ടുകാരൻ വലിയ പ്രശ്നമായിരുന്നു. ഇവിടെയാണ് അന്ന് ചേർത്തത്. ഈ പോസ്റ്റിന്റെ ഇടയിലോട്ട് ഞാൻ ചേർത്തു. അന്ന് ഈ വീടിന്റെ വാതികളെ ചെടികൾ പോരെന്നും പറഞ്ഞുകൊണ്ട് ഈ വീടിന്റെ ഹൗസ് ഓണർ വലിയ പ്രശ്നമായിരുന്നു. ഇതൊക്കെ പോവും, കടന്നു പോകും, കുഴപ്പം. പലപ്പോഴും ഡ്രൈവർമാർക്ക് വമ്പൻ ടാസ്ക് കിട്ടുന്നത് ഇതുപോലുള്ള റോഡിലേക്ക്. ആ വണ്ടി മറിഞ്ഞ സ്ഥലം കാണിച്ചു തരാം. ആയില്ല. ഈ ഇടതുവശത്ത് ചെറിയൊരു തൊണ്ടാണ്. മഴക്കാലത്തൊക്കെ നല്ല വെള്ളം. ഈ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിച്ചോളാം. ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെയാണ് ഇത് കണ്ട ഒരു മാർക്കിങ്ങും ഒരു സൈഡില് ഒരു ചെറിയ റിബണൊക്കെ വലിച്ചു കെട്ടിയേക്കുന്നുണ്ടല്ലേ. അവിടെയാണ് ഒരു വണ്ടി മറിഞ്ഞത്. അതിൽ പിന്നാണ് ഭാരവണ്ടികൾ കടത്തിവിടാത്തത്.
ഓക്കെ, കാറും കടന്നു നമ്മൾ പോവുകയാണ്. കാറല്ല, കാറ് അങ്ങോട്ട് പോയില്ല. ചിലപ്പോ ഒന്നും അറിഞ്ഞാ മതിയെന്ന്. നീ ലോഡ് കേട്ടിട്ട് പോകേണ്ടി വരും. ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക്, ഈ സെന്റ് മേരീസിലേക്ക് ലോഡ് എടുത്ത് വരുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക. വണ്ടിയിൽ വെച്ച് കഴിക്കാൻ സംവിധാനമുള്ള വണ്ടിക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, സാധനവും മേടിച്ചുകൊണ്ട് വന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെയാണ് വരുന്നതെങ്കിൽ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ട് വരിക. ഉച്ചയ്ക്ക് ചോറ് പാഴ്സൽ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എടുക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാല്, ഈ സെന്റ് മേരീസിൽ ഒരു കുഴപ്പമുണ്ട്. അവിടെ ഈ JCBക്ക് വെനീർ വേസ്റ്റ് തോണ്ടിയിടുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ തോണ്ടിയിട്ട് അവിടെ സ്ഥലം ഫില്ലായി കഴിഞ്ഞാൽ പിന്നെ വണ്ടി നേരെ കൊണ്ടുപോയി അകത്ത് മെഷീന്റെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ബംഗാളി സഹോദരങ്ങള് വെനീർ എടുത്ത് മെഷീനിലേക്ക് എടുത്തിട്ട് പൊടിച്ച് നേരെ അകത്തേക്ക് ഗോഡൌണിലേക്ക് പോകുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2 മെഷീൻ പ്രവർത്തിപ്പിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഒരു 3 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു വണ്ടി ഇറക്കി കിട്ടും. അതല്ല, ഒരു മെഷീൻ മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എങ്കിൽ 6 വീല് വണ്ടിയൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ എന്റെ ഡ്രൈവിംഗ് സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. കാഞ്ഞിരപ്പള്ളി സെന്റ് മേരീസിലേക്ക് ഓട്ടോ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പ്രഭാത ഭക്ഷണം കരുതുക, അല്ലെങ്കിൽ ഭക്ഷണം കരുതുക, അല്ലെങ്കിൽ വെച്ച് കഴിക്കാനുള്ള സാമഗ്രികളുമായി വരിക. ഈ സമയം, അത് മാത്രമല്ല, ഇത്രയും സമയം ആകുന്നത് ഡ്രൈവർമാർക്ക് ഒരു വിഷയമല്ല. എങ്കിലും ഇവിടുന്ന് ടൗണിൽ പോയി ആഹാരം കഴിച്ച് മേടിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്കും കിലോമീറ്ററുകളോളം നമ്മൾ സഞ്ചരിക്കണം. നടക്കാൻ നമുക്ക് പറ്റൂല. ഓട്ടോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 രൂപയോളം കൊടുക്കേണ്ടി വരും. പിന്നെ തിരിച്ചിങ്ങോട്ടും വേണം നമുക്ക് വണ്ടിക്കൂലി. അങ്ങനെ നമ്മുടെ ടൈം നഷ്ടം, ധനം നഷ്ടം, അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കും. അപ്പൊ എല്ലാരും കരുതിയിരിക്കുക. നമ്മൾ വിചാരിക്കും ഇവിടെ ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ട്. അതാണ് ഈ കിഴക്കമ്പല കയറി കഴിഞ്ഞാലുള്ള. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മള് എവിടെ പോയില്ലേ, എവിടെയാ, കിൻഫ്രയിൽ പോയി. പായിപ്പാടിന്ന് 2-3 കിലോമീറ്റർ ഉള്ളിലേക്ക്. പെട്ടെന്ന് ഇങ്ങനെയുള്ള മലമ്പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഈ കിഴക്കൻ മേഖലകളിൽ ഇങ്ങനെയുള്ള കമ്പനികളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോയി. തിരിയുകയാണ്, സെന്റ് മേരീസിലേക്ക് തിരിയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എനിക്കിവിടെ കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ പിന്നെ ഒരാളോട് ചോദിച്ചു. നേരെ പോയില്ല, നേരെ പോവാതെ തന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. റബ്ബർ കാടുകൾ, റബ്ബർ തോട്ടങ്ങൾക്കിടയിലൂടെ. എനിക്ക് റബ്ബറും കാട്ടിലേക്ക് വരാൻ എനിക്ക് വലിയ പേടിയാണ്. ഒരുതരം ഈച്ചയുണ്ട്, ഈച്ച കൊതുകെന്ന് പറയും, കൊമ്പുള്ള ഈച്ച. കുത്തിക്കഴിഞ്ഞാൽ എന്റെ പൊന്നോ, എന്റെ ദേഹം മുഴുവൻ കേട് തടിച്ചിട്ട് ചൊറിഞ്ഞിട്ട് കുറച്ചു നേരം കാണത്തുള്ളൂ. പക്ഷെ അതൊരു 1.5 വിഷമം തന്നെ. ചൊറിഞ്ഞിട്ട് ആദ്യമൊക്കെ കടിച്ചപ്പോഴത്തേനും ശരിക്കും തടിച്ചായിരുന്നു ശരീരം. പിന്നെ കടിക്കുമ്പോ അതിന്റെ ഒരു തീവ്രത കുറഞ്ഞു വരുന്നതാണ്. എന്നാലും ഇതങ്ങോട്ട് കടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരു നീറ്റലാണ്. ഉള്ളും പുറവും എല്ലാം ഒരു നീറ്റല്. ഒരു സുമോ ഇറങ്ങി വരുന്നുണ്ട്. സുമോ വഴിതരൂ സുമോ. ചെറിയ ഒരു ചപ്പാത്താണ്. മഴ വെള്ളം ഒലിച്ചു വരുന്ന സമയത്ത് നല്ല രസമാണ്. കണ്ടോ, നഗരവുമായിട്ട് ഒരുപാട് ദൂരം വ്യത്യാസമുള്ള സെന്റ് മേരീസ്. ആ സെന്റ് മേരീസിലേക്ക് നമ്മൾ പോവുകയാണ്. സെന്റ് മേരീസ് സർജിക്കൽ ഗ്ലൗസ് പ്രൊഡക്ഷൻ എക്സ്പോർട്ടാണ് കൂടുതൽ. നമ്മുടെ കേരളത്തിലെ ഹോസ്പിറ്റലുകളിലേക്കും അവർ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും എന്റെ വ്യൂവേഴ്സിന്, എന്റെ പ്രേക്ഷകർക്ക്, എന്റെ ചങ്സിന് ഒരു അനുഭവമാകട്ടെ. എന്നോടൊപ്പം യാത്ര ചെയ്യുക, എന്നോടൊപ്പം സഞ്ചരിക്കുക, എന്നോടൊപ്പം ഉണ്ടാവുക.
ഒന്നും ഒരു കയറ്റമല്ല ചങ്സ്. കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ അട്ടപ്പാടി ചുരം. ഞാൻ കയറിയതിൽ അട്ടപ്പാടി ചുരം, താമരശ്ശേരി ചുരം, കോടിമേട്ട്, കമ്പന്തേനി, പുളിയൻമല, ആര്യങ്കാവ്, അതിനെയൊക്കെ അപേക്ഷിച്ച് ഇതൊന്നും ഒരു കയറ്റമല്ല. പക്ഷെ എങ്കിലും നമ്മുടെ കിഴക്കൻ മേഖല മെയിനായിട്ട് നമ്മളെ ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് ഈ മോനിപ്പള്ളി എന്നൊക്കെ, കൂത്താട്ടുകുളം മോനിപ്പള്ളി അല്ല, സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. മോനിപ്പള്ളിന്ന് പാല, അതുപോലെ തന്നെ കാഞ്ഞിരപ്പള്ളി, പൊൻകുന്ന സൈഡിലേക്കൊക്കെ നമ്മള് ഗൂഗിൾ മാപ്പ് തെറ്റിച്ച് കളയും. അങ്ങനൊക്കെ നമ്മൾ കയറി വന്നാൽ ഇതുപോലത്തെ സിംഗിൾ റോഡായിരിക്കും, കുത്തനെയുള്ള കയറ്റമായിരിക്കും. അതൊക്കെ ഒരു 1.5 അട്ടപ്പാടി ചുരത്തിനേക്കാളും താമരശ്ശേരി ചുരത്തിനേക്കാളും ഒക്കെ വളരെ 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 റിസ്ക് എടുത്ത് കയറേണ്ട കയറ്റമായിരിക്കും. തലപ്പാവം ധരിച്ച് കുഞ്ഞുങ്ങൾ കിടക്കുന്നുണ്ടോ? ഇവര് എന്ന് വന്നാണെന്ന് ഒരു പിടുത്തമില്ല. അകത്ത് വണ്ടി ഫുള്ളായിട്ട് ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണോ എന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിറകിൽ നമ്മൾ പിടിക്കേണ്ടി വരും. ഏതായാലും ഒന്ന് ഫ്രണ്ടിലോട്ട് കയറിപ്പോയി ഒന്ന് ചോദിച്ചേക്കാം. തലപ്പാവ് ചേട്ടന്മാരെ, അണ്ണാ എന്നാ എഴുന്നേറ്റില്ലേ? അവിടെ സ്ഥലമുണ്ടോ ഇടാൻ? സുഖല്ലേ? ആണല്ലേ? ഒന്ന് ഇറങ്ങിപ്പോകാൻ പറ്റുമോ? ഞാൻ എന്തായാലും കൊണ്ടുവന്ന് പേപ്പർ കൊടുത്തിട്ട് വരാം. നമ്മുടെ ഫോട്ടോത്ത് വെച്ച സ്ഥിരമായിട്ട് കാണുന്ന ചേട്ടനാ. ചേട്ടൻ ഉറക്കമായിരുന്നു. എന്നാന്നറിയോ, നമ്മൾ ഈ സൈഡ് വെള്ളിയിരിക്കുന്നത് കാരണം പോകുമ്പോ നമ്മൾ ശ്രദ്ധിച്ച് വേണം പോവാൻ. സ്ഥലമുണ്ടോ ഇടാൻ? ഇടാം. ഞാൻ പേപ്പർ കൊടുക്കട്ടെ. കുഴപ്പമില്ല. ടയറൊന്നും താഴെ പോകാതിരുന്നാൽ മതി. എല്ലാം ചെറുവണ്ടിക്കാരാണ്, ഞാനും ചെറുവണ്ടിയാണ്. നമുക്ക് കിടക്കുന്ന തലപ്പാവിന്റെ മുന്നിൽ കൊണ്ടുവന്നിടാം. നമുക്ക് ബില്ല് കൊടുക്കാം. ബില്ല് കൊടുത്തിട്ട് നമുക്ക് ടേൺ പിടിക്കാം. ടേൺ പിടിച്ചിട്ട് നമുക്ക് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാനുള്ള മാർഗം നോക്കാം. രാവിലെ നമുക്ക് ചെറിയ ഒരു മാഗി അതൊക്കെ വീണുപോയതാണ്, അറിയാതെ വീണുപോയതാണ്, ക്ഷമിക്കണം. മാഗി അടിക്കാം. രാവിലെ നമുക്ക് മാഗി അടിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കഴിക്കാം. വയലാറ് പാർക്ക് ചെയ്തു. ഇതാണ് മെഡിസ്മാർട്ട്, സെന്റ് മേരീസ് കമ്പനി. ഇവിടെ ഒരുപാട് നേപ്പാളീസ് ഉണ്ട്, അതുപോലെ തന്നെ ബംഗാളീസ് ഉണ്ട്. നേരെ കാണുന്ന ഓഫീസിൽ കൊണ്ടുവന്ന് ബില്ല് കൊടുക്കണം, ടേൺ എടുക്കണം. ചിലപ്പോൾ അങ്ങോട്ട് വീഡിയോ അലൗഡ് ആയിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വെച്ച് വീഡിയോ എടുത്ത് കമ്പനി ഒന്ന് കാണിക്കുന്നത്. സെന്റ് മേരീസിനകം വീഡിയോ പ്രൊഹിബിറ്റഡ് ആണ്, ഫോട്ടോഗ്രാഫി. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് വേർപിച്ച് വരെ തൂക്കുന്നതും വരെയുള്ള വീഡിയോസ് പറ്റുവാണെ കാണിക്കാം. ഒരു ഡിലീറ്റ് ചെയ്ത് കളയാൻ വല്ലതും പറയുകയാണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇതാണ് സെന്റ് മേരീസ് റബ്ബർ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടെ സർജിക്കൽ ഗ്ലൗസ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, മലയാളിയുടെ ആണ്. ഇടത്ത് തന്നെ ഇടത്തുകാരനായിട്ടുള്ള കാഞ്ഞിരപ്പള്ളിക്കാരനായിട്ടുള്ള കച്ചാണ്. ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോൾ ഒരു സൂപ്പർവൈസറെ പരിചയപ്പെട്ടു. നല്ല മനുഷ്യനാണ്. എന്തായാലും സാറിപ്പോ വിളിച്ചായിരുന്നു, സെക്യൂരിറ്റി സാറാണ് ഇപ്പൊ വിളിച്ചിട്ട് തൂക്കിയിട്ട് അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞു. ഒരു അനുഗ്രഹമാണ്. JCBക്ക് വലിച്ചിടാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പണി തരുന്ന നമുക്ക് അടുത്ത ലോഡ് എടുത്ത് പോവാം. അല്ലെങ്കിൽ ഇവിടെ മാഗി ഫുഡൊക്കെ ഞാൻ ഒഴിവാക്കി. കാര്യം സമയം പോലും പുറത്തിറങ്ങിയിട്ട് നമുക്ക് എന്തെങ്കിലും വെക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ചെറുവണ്ടികളൊക്കെ, ചെറുവണ്ടിയല്ല, എല്ലാ വണ്ടിയും ഇവിടെ തന്നെ തൂക്കുന്നത്. ഇവിടെ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത് 6 വീല്, 10 വീല്, 12 വീല്, 14 വീല് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ആ വണ്ടി എടുത്തിട്ട് വേണം നമ്മുടെ വണ്ടി കയറ്റാൻ. മൊത്തം ക്യാമറ. നേപ്പാളീസ് ഉണ്ട്, ബംഗാളീസ് ഉണ്ട്, ലേഡീസ് വർക്ക് ചെയ്യുന്നുണ്ട് പാക്കിംഗ് സെക്ഷനിൽ.
ഫുൾ ക്യാമറ, ഡ്യൂട്ടി സമയത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അവധിയാണെന്നുണ്ടെങ്കിൽ ശമ്പളമില്ല, ലീവ് എടുത്ത് റൂമിലിരിക്കാം. പിന്നെ ഇവർക്ക് വീക്കിലി വൺസ് എങ്ങാണ്ട് അത്യാവശ്യമായിട്ട് പുറത്തു പോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഇവരെ വിടത്തില്ല. ഇങ്ങനെ നിയന്ത്രണമുള്ളൊരു കമ്പനിയാണ്. അപ്പോ വെയിറ്റ് എടുക്കുമ്പം നമ്മള് ഡ്രൈവർ ഇറങ്ങി കൊടുക്കണം. ഇറങ്ങി കൊടുത്താലേ അവർക്ക് കറക്റ്റ് വെയിറ്റ് കിട്ടും, ഇല്ലെങ്കിൽ എന്റെ വെയിറ്റും കൂടെ കൂടും. ഓക്കെ, ഞാൻ തൂക്കിയിട്ട് വരാം. വണ്ടി തൂക്കി കിട്ടി. JCBക്ക് വലിച്ചിടുവല്ല, പിന്നെ പുറത്ത് തിരക്ക് കാരണം വണ്ടികൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ അതുകൊണ്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ അവര് പിടിച്ചിടിയിക്കുക. അപ്പൊ ഈ വണ്ടിയുടെ പുറകിലാണ് പറഞ്ഞത്. എന്തായാലും ഒരു വണ്ടി ഞാൻ പറഞ്ഞത് ഒരു 3-4 മണിക്കൂർ എടുക്കും. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം.